ഹലോ നമസ്കാരം, എൻ്റെ വേറൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ പറയാനേ എനിക്കിഷ്ടമില്ല. ഇപ്പോൾ ലെഗ് ഡേ ആയിരുന്നു. ജിമ്മിൽ പോയിട്ട് വരുന്ന വഴി അവിടെ രാത്രി 10 മണിയായി. ഇത് ഇവിടെ കനേഡിയൻ ടയർ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ഒരു എന്താ പറയുക, ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുക. അപ്പോൾ ഇന്ന് ഇവിടെ ബ്ലൂ മൂണാണ്. ഈ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞ ടേമിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്തിൽ തന്നെ 2 പ്രാവശ്യം ഫുൾ മൂൺ വരുന്നതിനാണ് ബ്ലൂ മൂൺ എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു സീസണിൽ 3 പ്രാവശ്യം ഇങ്ങനെ ഫുൾ മൂൺ വരുന്നതിനാണ് ബ്ലൂ മൂൺ എന്ന് പറയുക. അപ്പോൾ അത് ഭയങ്കര റെയർ ഓക്കറൻസ് ആണ്, എപ്പോഴും നടക്കൊന്നുമില്ല. അത് നമ്മൾ വല്ല സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, കേട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വല്ല ഡയലോഗ് അടിക്കുന്നതിൻ്റെ ഇടയിൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഞാൻ ഇങ്ങനെ ഒരു പണി ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ പറയണ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ, അതല്ലാതെ പ്രത്യേകിച്ച് ബ്ലൂ കളർ മൂൺ എന്നുള്ള കോൺസെപ്റ്റ് അല്ല കേട്ടോ ബ്ലൂ മൂണിന്. ഹലോ നമസ്കാരം, ഇതെൻ്റെ ഫോണിൻ്റെ ബാക്ക് ക്യാമറയാണ്. ഞാൻ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് വ്ളോഗ് ചെയ്താലോ എന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ ഇത്ര നാളെ എൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് വ്ളോഗ് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ ഈ കാർത്തിക് സൂര്യയും മറ്റേ ഷസാമിനും ഒക്കെ അറിയില്ല. അപ്പോൾ അവരുടെ വ്ളോഗിലൊക്കെ നോക്കിയപ്പോൾ അവരവരുടെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ യൂസ് ചെയ്യണേ. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവായിരിക്കും അത് ചെയ്യാൻ വെച്ചാൽ, കാരണം നമുക്ക് നമ്മുടെ മുഖം കാണാനില്ലല്ലോ. പക്ഷെ ഞാൻ ഈ വീഡിയോ അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിൻ്റെ വ്യത്യാസം നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾക്ക് ഇതാണോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് 22nd 25th എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ 25th ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഓൾറെഡി വേറെ പ്ലാൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളെ 23rd ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ, ഇവിടെ എനിക്ക് ഇത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ അന്ന് മറ്റേ ഫിഷിങ്ങിനൊക്കെ പോയത് ഓർമ്മയുണ്ടോ, ഒരു 16ാമത്തെ 17ാമത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ വീട്ടിലൊരു ചെറിയ പാർട്ടിയൊന്നും ഞാൻ ചെയ്യുന്നില്ല, ചെറിയൊരു രീതിയിൽ ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് ഇറങ്ങാൻ പോവാം. അപ്പോൾ ചിക്കനും സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് അതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ച്, പിന്നെ 2 കുപ്പി നമുക്ക് ഇവിടെ LCBO എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയാൽ നമുക്ക് കള്ളും കുപ്പി കിട്ടാം. അവിടെ റെക്കോർഡിങ് പാടുമെന്നില്ല, എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെറിയ രീതിയിൽ വീഡിയോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് ഞാൻ അതെന്തായാലും ഇതിലിടാം. ഞാനിപ്പോൾ ഫ്രഷ്കോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയാണ്. ഇവിടെ ഫ്രഷ്കോയിൽ ഇത്തിരി കൂടി മറ്റേ ഇതിൽ കൊരിയാണ്ടർ ലീവ്സും സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ എല്ലാം കൂടി ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഫ്രഷ്കോ, കാണാണ്ടോ ഫ്രഷ്കോ. യെസ്, ഇവിടെ കയറുമ്പോൾ എപ്പോഴും വേണ്ട ഒരു സാധനമാണ് ക്വാർട്ടേഴ്സ് ധൈര്യം. ഞാൻ എൻ്റെ വണ്ടിയിലാക്കാൻ എപ്പോഴും ഒരു ക്വാർട്ടേഴ്സ് എടുത്ത് വയ്ക്കും. ഇതാണ് ക്വാർട്ടേഴ്സ് കേട്ടോ, 25 സെൻറ്റിനാണ് ക്വാർട്ടേഴ്സ് എന്ന് പറയാം. അതെന്തിനാന്ന് കാണിച്ചു തരാം. ഇൻസേർട്ട് ചെയ്യാൻ ഇവിടെ നിന്ന് കണ്ടോ, ഇങ്ങനെ തുറന്നെടുക്കാൻ പറ്റും. സാധനം ഇവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്ത് ഇവിടെ നിന്ന് തുറക്കാം, നമുക്കത് ഉപയോഗിക്കാം. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ഇവിടെ കുറേ ഇന്ത്യൻസ് വരണ കാരണം ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ മാരിനേഷൻ നമുക്ക് ലെമൺ ജ്യൂസ് വേണം. അപ്പോൾ ലെമൺ ജ്യൂസൊക്കെ ഇങ്ങനെ കിട്ടും ഇവിടെ. ഇതാണ് നമ്മുടെ മല്ലിയില. ഇവിടെ ഉണ്ടോ ചിക്കൻ്റെ സെക്ഷൻ. ഇവിടെ തൊലി ഇല്ലാത്തതുണ്ട്, മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്, തൊലിയോടെ ഉണ്ട്, ലെഗ് മാത്രമായിട്ടുണ്ട്, തൈസ് മാത്രമായിട്ടുണ്ട്. ഞാൻ തൈസാണ് ബിരിയാണിക്ക് ഇത്തിരി കൂടി രസം, അപ്പോൾ തൈസാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇത് 2 പാക്കറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് കൂടുതൽ സാധനങ്ങളൊന്നുമില്ല. മല്ലിയില, നാരങ്ങ നീര്, 2 ഞാൻ ചിക്കൻ തൈസ് വാങ്ങിച്ചു. ഇനി ഒരു തൈരും വാങ്ങിക്കാം. തൈര്. ഇവിടെ പേപ്പർ പ്ലേറ്റ്സ് ഇരിക്കുന്നുണ്ട്. ഞാൻ പേപ്പർ പ്ലേറ്റ്സും പേപ്പറിൻ്റെ ഗ്ലാസ്സും വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുക. ഇതാണ് തൈരിൻ്റെ സെക്ഷൻ. തൈരിൻ്റെ സെക്ഷനിൽ ഇവിടെ ദഹി എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ ഇട്ടുണ്ട് ദഹി. ഇത് കണ്ടോ, ഉള്ളിൽ ഏറ്റവും നല്ല ഇതാണെന്നാണ് പറഞ്ഞത്. മാരിനേഷനായാലും നമ്മുടെ നാട്ടിലത്തെ തൈര് തന്നെ ലിറ്ററലി. ഇവിടെ ഒരു സാധാരണ ഒരു ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിൽ പോലും ബിയറുകൾ കിട്ടും. കണ്ട, ഇതൊക്കെ ബിയറുകളാണ്. തണുക്കാത്തത് വേണമെങ്കിൽ തണുക്കാത്ത ബിയറുകളും ഉണ്ട്. കണ്ടോ, തണുത്തതും ഉണ്ട്. അപ്പോൾ നമുക്കൊരു കള്ള് ഷാപ്പിൽ പോയാൽ മാത്രമേ ഇവിടെ ബിയർ കിട്ടുള്ളൂ എന്നുള്ളൊരു സംശയം വേണ്ട. അങ്ങനെയൊന്നുമില്ല, എവിടെ പോയാലും ബിയർ കിട്ടും. ഐസ്ക്രീം, ഇതൊക്കെ ഐസ്ക്രീമാണ്. കണ്ടോ, കിറ്റ്കാറ്റിൻ്റെ, ഓരിയോരെ, ഓരോ ടൈപ്പ് ഐസ്ക്രീമുകളാണിത്. ഇത്തിരി കൂടിയും പ്രീമിയം ഐസ്ക്രീംസ് ഇവിടെ ഉണ്ട്. എൻ്റെ ഏറ്റവും ഫേവററ്റ് ഹാഗൻ ഡാൻസ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീം കമ്പനി ഇതാണ്. ഇവിടെ നമുക്ക് ബില്ലടിക്കാനും കൗണ്ടറിലേക്കൊന്നും ഉണ്ട്. അവിടെ നമുക്ക് സ്വന്തമായിട്ട് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ കൗണ്ടറുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് സ്വയമായിട്ട് അടിക്കാം. സ്റ്റാർട്ട് സ്കാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സാധനം എടുക്കും, ഈ ബാർകോഡ് എൻ്റെ പ്രൈസ് അനുസരിച്ച് വരുന്നിട്ട് ഇവിടെ വയ്ക്കണം. അങ്ങനെ
ഇതാണ് ഞാൻ വാങ്ങിച്ച 2 ചിക്കൻ്റെ തൊട. എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ, എന്താ പറയുക, ഈ മലയാള മറ്റേ കേരള ഗ്രോസറി ഒക്കെ ഇവിടുന്ന് വാങ്ങിക്കണേന്ന്. അപ്പോൾ ഇവിടെ ഒരു പാർക്ക് വേ ഗ്രോസറി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാറിലേക്ക് സാധനങ്ങൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇത് കഴിഞ്ഞിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ജീരകശാല അരിയില്ലേ, അതും അത് മാത്രം വാങ്ങിക്കുള്ളൂ, അത് വാങ്ങിക്കാൻ വേണ്ടി പോവാം. എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വെച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ റെക്കോർഡ് ചെയ്യണേ. എനിക്ക് ഭയങ്കര നാളാണ് തേങ്ങ. ഇനി ഈ വണ്ടി നമ്മൾ തിരിച്ചിട്ടിട്ട് നമ്മൾ ആ ഇതെടുത്തിട്ട് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട നമുക്ക് നമ്മുടെ കോയിൻ തിരിച്ചെടുക്കാം. എൻ്റെ ടൈം ഇതുകൊണ്ടാണ് എൻ്റെ വണ്ടിയിൽ ഞാനൊരു 4-5 ക്വാർട്ടേഴ്സെങ്കിലും അവിടെ ഇവിടെ കിട്ടു വയ്ക്കും. കാരണം ഒരെണ്ണം കാണണ്ടായ എന്തായാലും എവിടെന്നെങ്കിലും വേറെ ഒരെണ്ണം കിട്ടുമല്ലോ. ഇനി നമുക്ക് പാർക്ക് വേയിലേക്ക് പോവാം. പാർക്ക് വേ ഗ്രോസറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മലയാളി ഗ്രോസറി സ്റ്റോർ. ഞാൻ എവിടെ പോയാലും എൻ്റെ വീഡിയോയിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരാൾ അവിടെ ഉണ്ടാവും. എവിടെ പോയി? ഫോക്കസ്. സുഖമാണോ ചാക്കോ? ഇവിടുത്തെ കേരള ഗ്രോസറി സ്റ്റോർ കാണിച്ചു കൊടുക്കായിരുന്നു. ഇതാണ് മറ്റേ മട്ടരി സംഭവങ്ങളൊക്കെ, പിന്നെ പുട്ടുപൊടി, മറ്റേ ഗരം മസാല സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഈ നാട്ടിലത്തെ ബിസ്ക്കറ്റുകൾ, അച്ചാറുകൾ, ഇത് കണ്ടോ ഫുൾ അച്ചാറുകൾ, അതൊക്കെ അച്ചാറുകളാണ്. അപ്പം നിങ്ങൾ പറയില്ലേ, എന്താ പറയുക, നാട്ടിൽ ഇവിടെ നമുക്ക് നാട്ടു സാധനങ്ങൾ കിട്ടുമോ, അതിനുള്ള കുറവാണോ എന്നൊക്കെ ചോദിക്കില്ലേ? പാരച്ചൂട്ടിൻ്റെ ഹെയർ ഓയിൽ പോലും കിട്ടും. അല്ല, ഇവിടെ എല്ലാം കിട്ടും. എൻ്റെ അമ്മ ചോദിക്കണ്ടായിരുന്നു, മസാലകൾ പൊടിപ്പിച്ച് അയക്കണോ? എന്തിനാ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഡബിൾ ഹോഴ്സ് ഉണ്ട്, പെരിയാർ ഉണ്ട്, കിച്ചൺ ട്രഷേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇനി എന്തിനാ നാട്ടിൽ നിന്ന് അയക്കണേ? ഇപ്പോൾ മിക്ക സാധനങ്ങളും ഇപ്പോൾ ഞാൻ വാങ്ങിക്കാൻ വന്നത് ഇതാണ്, ജീരകശാലരി മാത്രം വാങ്ങിക്കണുള്ളൂ. ഓക്കെ, വീട്ടിൽ സാധനങ്ങളൊക്കെ ഇത് വാങ്ങിച്ചു വന്നത്. ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ ചിക്കൻ ആദ്യം ഉണ്ടാക്കാണ്. ഇപ്പോൾ ചിക്കൻ ഉണ്ടാക്കാൻ ഒരാൾ എന്താ പറഞ്ഞ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ചിക്കൻ ഇപ്പോൾ സ്കിന്നോടെയാണ് വരുന്നത്. അപ്പോൾ സ്കിന്ന് മാറ്റി എന്താ പറയുക, ലൈക്ക് പീസായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുറിച്ച് പീസാക്കിയിട്ട് ഇത് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുക. എന്താ പ്ലാൻ എന്താണെന്ന്? എന്ത് ഉണ്ടാക്കാനാണ്? ചിക്കൻ കറി, ഗീ റൈസ്, സാലഡ്. അത്രേ ഉള്ളൂ, സിമ്പിൾ സാധനം. ഇപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് അത് ലൈക്ക് നല്ല രീതിയിൽ ഗ്രേവി ഒക്കെ പിടിച്ച് സെറ്റാവും. അപ്പോൾ നാളെ കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. ഇങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ആയാൽ മതിയായിരുന്നു. അതെ, അതില്ലെങ്കിൽ പിസ്സ പാർട്ടി. ഞങ്ങളിപ്പോൾ ലൈറ്റ്ലി ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു. ഗ്രേവി ഉണ്ടാക്കണേക്കാൾ മുമ്പ് ഉണ്ടോ ഇതിലും, പിന്നെ ഇവിടെ ഒരു കണ്ടെയ്നറും കൂടി ഉണ്ട്. 2 കണ്ടെയ്നർ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചു. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് ഇത് ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ ചെറുതായിട്ട് ഇത് ഞാൻ അരിഞ്ഞ് വെച്ച സവാളയിൽ ഇട്ടിട്ട് നമ്മൾ സാധാ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നു. എന്നിട്ട് നെയ്ച്ചോറ് നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. കാരണം നാളെയാണ് പരിപാടിയില്ലോ. അപ്പോൾ നാളെ ഫ്രഷ് നെയ്ച്ചോറ് കൈയോടെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. കാലത്ത് 1 മണി ആവാറായിട്ടോ. ഞങ്ങളുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് കാണിക്കാം. ഇപ്പോൾ കാണാൻ വലിയ സംഭവമായിട്ട് തോന്നുന്നില്ലെങ്കിലും നല്ല സ്മെല്ലും ഉണ്ട്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചാൽ കാരണം അതിൻ്റെ ഒരു, ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നെയ്ച്ചോറും കൂടി ആകുമ്പോഴാണ് ഇതിൻ്റെ പക്കാ കോമ്പിനേഷൻ അറിയുള്ളൂ. പക്ഷേ ആസ് ഓഫ് നൗ ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. ഒരു ചെറിയൊരു മേക്ക് ഓവർ ചെയ്താലോ എന്നുണ്ട്. കാരണം ഞാനിങ്ങനെ താടി വെക്കാത്തവനാണ്. ഒരു വൃത്തിയിട്ട രീതിയിലാണ് താടിയൊക്കെ വരുന്നത്. അപ്പം ഞാനൊന്ന് മുഖത്തന്നെ മാറ്റിയാലോ എന്ന് ആലോചിക്കുന്നു. കണ്ടോ, വൃത്തിയിട്ട രീതിയിലുണ്ട് താടിയൊക്കെ വരുന്നത്. അപ്പം നമുക്കത് മാറ്റാം. ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തു, ഒന്ന് ട്രിം ചെയ്തു, പിന്നെ ഒന്ന് കുളിച്ചു. 4 മണിയായി. ഇപ്പോഴാണ് ജോലിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഇന്നലെ കണ്ടിന്യൂ ചെയ്ത് ചിക്കൻ ഉണ്ടാക്കി തീർത്തതിലായിരുന്നു. വീട്ടിൽ അവൾ ഓൾറെഡി ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ കുപ്പി വാങ്ങിക്ക് ഇറങ്ങണം. ഇന്ന് വീക്കെൻഡ് ആയ കാരണം തോന്നുന്നു ഭയങ്കര തിരക്കാട്ടോ. ഭയങ്കര തിരക്കുന്ന നല്ല തിരക്കുണ്ട് ഒരു കള്ള് ഷാപ്പിൽ. ഇതാണ് LCBO, ഇവിടുത്തെ ബീവറേജ്.
അങ്ങനെ ബീവറേജിൽ പോയിട്ട് കുപ്പിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചു. പിന്നെ ഒരു കേസ് ബിയറും വാങ്ങിച്ചു. ഞാൻ കാണിച്ചു തരാം എന്താ വാങ്ങിച്ചതെന്ന്. ഇതാണ് വാങ്ങിച്ച കുപ്പി. ജോണി വാക്കർ റെഡ് ലേബൽ. ഒരു ജാപ്പനീസ് ബിയർ ഉണ്ട്, സപ്പോറോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു 12 ക്യാൻ വാങ്ങിച്ചു. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിച്ച കേക്ക്, കാണിച്ചു തരാം. ഇത് ഒരു ചെറിയ റെഡ് വെൽവെറ്റാണ്. നെയ്ച്ചോറ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഇരുന്ന് ഉണ്ടാക്കിയ ചിക്കൻ കറിയും സെറ്റാണ്. ചെറിയ രീതിയിൽ ആകെ ഒരു 5-6 പേരുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ ഇതൊക്കെ മോർ ദൻ ഇനഫാണ്. അപ്പം ഞാൻ ഇത്തിരി സർലാസ് ഉണ്ടാക്കാനും പോവാം. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലി. അത് കഴിഞ്ഞ് ഞാൻ കുളിച്ച് അവരുടെ അടുത്തേക്ക് പോവായിരിക്കും മിക്കവാറും. ഞാൻ ഉണ്ടാക്കിയ സർലാസും സെറ്റായി. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ആദിത് ബ്രോയിന്റെ പിറന്നാൾ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. Happy birthday to you. God bless you. Party in the club, silly milly lighting, ass on my neck, tilly tilly sanging, dripping on the floor, full on Nike. Everybody follow me, up down like this, up down like this, up down like this, up down like this. ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. കേക്ക് ജോഷും മാനും അവരെല്ലാവരും എനിക്ക് കേക്കൊക്കെ വാങ്ങിച്ചു കിട്ടും. അവിടെ വേറൊരു കേക്ക് കട്ടിങ് പരിപാടി നടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആകാശ് ഒരു ബോക്സിങ് ഗ്ലൗസ് തന്നു. ആരോമൽ എനിക്കൊരു ടീഷർട്ടും സംഭവമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ ലൈക്ക് ഇറ്റ്. എല്ലാം കൊണ്ടും ഐ എം വെരി ഹാപ്പി. അപ്പോൾ നാളെ ഞാൻ കാലത്ത് ന്യൂ കാസൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി പോകുന്ന വഴി കാണാം. ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. പുലർച്ചെ 4 മണിയായി. പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ആദിത്യ എന്ന് പറഞ്ഞ എൻ്റെ ജിം ബഡീനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. എന്നാൽ ഓക്കെ, ബൈ ബൈ.